ഹായ് ഓൾ, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മളുടെ പള്ളിയിൽ നിന്നും മാതാവിനെ യൂണിറ്റിലോട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ. നമ്മൾക്ക് ഒക്ടോബർ മാസത്തിലുള്ളതാണിത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിറ്റിലെ ഒരു വീട്ടിൽ ഒത്തുകൂടി മാതാവിനെയൊക്കെ അലങ്കരിച്ച് വെച്ച ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ അതിന് ആ സമയത്ത് പള്ളിയിൽ നിന്നും ഒരു വണ്ടിയിൽ അലങ്കരിച്ച് നിറയെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് മാതാവിനെ നമ്മളുടെ ആ യൂണിറ്റിലെ ഏത് വീട്ടിലാണോ നമ്മൾ കൂടിയിരിക്കണം അങ്ങോട്ടേക്ക് നമ്മളുടെ മാതാവിനെ കൊണ്ടുവരും കേട്ടോ. സുന്ദരിയായിട്ടാണ് മാതാവ് വരുന്നത്. സ്വർഗത്തിൽ നിന്നും നേരിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ചിരിച്ചൊക്കെ മാതാവിനെ സ്വീകരിക്കും, ചിരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ. പക്ഷേ മിക്കവാറും എനിക്കങ്ങനെ സ്വീകരിക്കാൻ പറ്റാറില്ല. കാരണം വിഷമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ആ മാതാവ് തന്നിട്ടുള്ള ആ ബ്ലെസ്സിങ്സ്, ആ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പം എനിക്ക് ആ മാതാവിനോടുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ നന്ദി എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെ കരഞ്ഞ് കണ്ണുനീരായിട്ടാണ് എൻ്റെ കണ്ണിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മളൊരു രഹസ്യമൊക്കെ ചൊല്ലി അച്ഛൻ നമ്മളെ ബ്ലെസ് ചെയ്തതിന് ശേഷം ഇനി ഇവർ അടുത്ത യൂണിറ്റിലോട്ട് പോകും. അച്ഛനും ഈ മാതാവിനെ ഫോളോ ചെയ്ത് കുറച്ച് പേര് പള്ളിയിൽ നിന്ന് വരുന്നുണ്ടാവും. അവരെല്ലാവരും കൂടെ അടുത്ത യൂണിറ്റിലോട്ട് പോകും. നമ്മൾ അവിടെ ഇരുന്ന് ബാക്കി ജപമാലയൊക്കെ പ്രാർത്ഥിച്ച് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ നമ്മൾക്കിന്ന് മഹിമയുടെ 3ാമത്തെ രഹസ്യമായിരുന്നു മാതാവ് വരുന്ന സമയത്ത് ചൊല്ലാറുള്ളത് കഴിഞ്ഞ് ഇപ്പം മാതാവിനെ കൊണ്ടുപോവാണ് കേട്ടോ. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ ഇത്. നമ്മളുടെ ജീവിതത്തിൽ കുഞ്ഞു വിഷമങ്ങൾ വരുമ്പം അതോർത്ത് സങ്കടപ്പെടാതെ കിട്ടിയ ബ്ലെസ്സിങ്ങിന് വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ ശ്രമിക്കാം. താങ്ക്